കാണേണ്ടവരെയൊക്കെ കണ്ടു, പരാതി കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുത്തു. പക്ഷേ ഇതുവരെയും അതിനു വേണ്ടിയുള്ള പരിഹാരം കാണാൻ ഇവിടുത്തെ അധികൃതർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണകൂടത്തിനും കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. എത്രയോ കാലങ്ങളായി ഈ ഗ്രൗണ്ട് ഈ ഒരു നിലയിൽ നിലനിൽക്കുന്നത്. ഒരുപാട് കുട്ടികളും ഒരുപാട് യുവാക്കളും ഉള്ള സ്ഥലമാണ് ഈ ബ്ലാത്തൂർ എന്ന പ്രദേശം. ഇത് വികസിപ്പിച്ചു കൊണ്ടുവന്നാൽ പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസനമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ് ഈ ഒരു മിനി സ്റ്റേഡിയം. മിനി സ്റ്റേഡിയം എന്നുള്ള പേര് മാത്രമേ ഇപ്പോഴുള്ളൂ. ഇത് തീർത്തും പ്രവർത്തനയോഗ്യമല്ല. കുട്ടികൾക്കും യുവാക്കൾക്കൊക്കെ പരിക്കുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ലെഗ് ഇഞ്ചുറി പോലുള്ള കുറേ കാലിന് പരിക്കുകളൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ മുന്നിൽ കണ്ടിട്ടും ഈ സമയം വരെയും ഈ ഗ്രൗണ്ടിന് വേണ്ട ഒരു നടപടിയെടുക്കാൻ ആർക്കും പറ്റിയില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം. വേനൽക്കാലത്ത് ചരൽ കൊണ്ട് ദുരിതം, മഴക്കാലത്ത് ചളിയും ചരളും കൊണ്ട് ദുരിതം, എല്ലാം കൊണ്ടും ഈ ഗ്രൗണ്ട് പ്രവർത്തനയോഗ്യമല്ല എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടുത്തെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഇത് കണ്ടാൽ മനസ്സിലാവും. ഇത് ചളി, ഗോളി പോസ്റ്റിന് നേരെ മുന്നിലാണ് ഈ ചളിയുള്ളത്. ഈ ചളിയിലും കുട്ടികൾ കളിക്കുന്നുണ്ട്. ആ കുട്ടികൾ കളിക്കുന്നത് ആ ഫുട്ബോളിനോടുള്ള ആ പ്രണയം കൊണ്ടാണ്, ആ ഇഷ്ടം കൊണ്ടാണ്. എന്നിട്ടും ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടും ഇതിന് വേണ്ട നടപടി എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നത് ഏറ്റവും വിമർശനപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എത്രയോ കാലങ്ങളായി ഇപ്പോൾ യുവാക്കളും കുട്ടികളും ഒക്കെ അതിന് പിന്നിൽ നിന്ന് മാറി. കാരണം എത്രയെന്ന് വെച്ചാലാണ് കുട്ടികളും ഇവരൊക്കെ ഇതിനു വേണ്ടി പുറകെ നടക്കുക എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. ഇനി അവർക്കറിയേണ്ട ഒറ്റൊരു കാര്യമാണ്, ഇനി ഈ ഗ്രൗണ്ട് പ്രവർത്തനയോഗ്യമാകുമോ? ഞങ്ങളൊക്കെ വിചാരിച്ചതുപോലെ അത് കൃത്യമായിട്ട് നല്ലൊരു മിനി സ്റ്റേഡിയമാക്കി മാറ്റാൻ കഴിയുമോ എന്നൊരു ചോദ്യവും ഇവിടെ നിന്ന് ഉയരുന്നുണ്ട്. ആ ചോദ്യം തന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. ഈ ഗ്രൗണ്ട് പ്രവർത്തനയോഗ്യമാകുമോ? അത് കൃത്യമായിട്ടുള്ളൊരു മറുപടിയും എല്ലാം പ്രതീക്ഷിക്കുകയാണ്. ഈ നാട്ടിലെ ഈ പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിലെ ഈ ഒരു വലിയൊരു പ്രൊജക്റ്റ് തന്നെ ആക്കാൻ സാധിക്കുന്ന ഈ ഗ്രൗണ്ട് പുനഃക്രമീകരിച്ച് ഒരു മിനി സ്റ്റേഡിയമായിട്ട് ഇവിടുത്തെ കുട്ടികൾക്കും യുവാക്കൾക്കും നല്ല രീതിയിൽ പരിക്കുകളൊന്നും കൂടാതെ കളിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം അബ്ദുൾ ബ്ലാത്തൂർ, ഏജാനെറ്റ്.